ഹലോ, നമ്മൾ ചാനൽ തുടങ്ങി ഇത്ര നാളായിട്ടും ഇതുവരെ അപ്ലോഡ് ചെയ്യാത്തൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഫാബ്രിക് വെച്ചിട്ടുള്ള ജുംക്ക. അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇതാവട്ടെ. അപ്പോൾ ഇത് ഞാൻ ഫാബ്രിക്കും ബേസും ഐപ്പിന്നും മാത്രം വെച്ച് ചെയ്തതാണ് കേട്ടോ. ഐപ്പിൻ്റെ തന്നെ ഇയർ ഹൂക്കാക്കി സെറ്റ് ചെയ്തെടുത്തതാണ്. ഇയർ ഹൂക്കൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തൊരു ജുംക്കയാണ്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത് സ്റ്റഡ് വെച്ചിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച കമ്മലിൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ജുംക്കയ്ക്കുള്ള മെറ്റീരിയൽ നമുക്ക് പ്ലാസ്റ്റിക് ബേസ് വേണം, സ്റ്റോൺ ചെയിൻ വേണം, സ്റ്റഡ് ബേസ്, ഒരു ബീഡ്, പിന്നെ നമ്മൾ ഒരു ഓക്സിഡൈസ് ബീഡ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫാബ്രിക്. ഇത്ര ഐറ്റംസ് ആണ്. പിന്നെ മെയിൻ ആയിട്ടുള്ളത് ഐപ്പിൻ കേട്ടോ, സോറി അത് വിട്ടുപോയി. അപ്പോൾ അത്ര ഐറ്റംസ് ആണ് നമ്മൾ ഇതിനെടുത്തിരിക്കുന്നത്. ബീഡൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ബീഡൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് അടിയൊക്കെ ഓക്കെ ആക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ ഫാബ്രിക് ഒട്ടിക്കുന്ന സമയത്ത് അതൊക്കെ പുറത്തേക്ക് ബൾജ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതിന് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. പിന്നെ നമ്മൾ ക്ലോത്ത് ഒട്ടിക്കാനായിട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് ഒക്കെയാണ്. ഇനി ഞാൻ ഈ ഒരു ഡിസൈനുകളൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഡിസൈൻ എടുക്കുമ്പോൾ അത് നമ്മൾ ഒട്ടിച്ച് വരുമ്പോൾ അത് നമുക്ക് കറക്റ്റ് ഒരു സെൻട്രലായിട്ടൊന്നും വരുന്നില്ല. സെൻട്രലിൽ ഇത് വരുമ്പോൾ സൈഡിൽ ആ ഒരു ഫ്ലവർ ഒരു സൈഡിൽ വരും, ഒരു സൈഡിൽ വരില്ല. അങ്ങനെയൊക്കെ ഒരു പെർഫെക്ഷൻ എനിക്ക് തോന്നിയില്ല അത് വെച്ച് നോക്കിയപ്പോൾ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ പ്ലെയിൻ ആയിട്ട് എടുക്കാമെന്ന് വെച്ചപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ ഒരു ഗ്രീൻ കളർ ഉണ്ട്. അപ്പോൾ അത് സെൻറ്ററിൽ വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പക്ഷേ അത് നമ്മൾ ബീഡൊക്കെ ഇട്ട് കഴിയുമ്പോൾ അത് അങ്ങനെ കാണുമൊന്നുമില്ല. പക്ഷേ ഇത് പ്ലെയിൻ ആയിട്ട് അത്രയും ജുമുക്കം ചുറ്റിയെടുക്കാനുള്ള ആ ഒരു പീസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. ഈ ഒരു പീസിൽ അത് അങ്ങനെ കിട്ടുന്നില്ല ഇങ്ങനെ നോക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച സെൻറ്ററിൽ ആ ഒരു ഗ്രീൻ വന്നോട്ടേന്ന്. അപ്പോൾ ആ രീതിയിൽ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പീസ് കട്ട് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ ജുമുക്കയുടെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാനുള്ള വീതിയും കൂടി വേണം കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ കട്ട് ചെയ്യാൻ, ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്താൽ മതി. ഇനി നമ്മുടെ പ്ലാസ്റ്റിക് ബേസിൽ നമ്മൾ ഗ്ലൂ ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തേക്കും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ ഗ്ലൂ ഒന്നും കാണില്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഇത് വൈറ്റ് അല്ലേ, അപ്പോൾ ഗ്രീൻ കളറ് ക്ലോത്തിൽ ഒട്ടിച്ച് കഴിയുമ്പോൾ ഗ്ലൂ ഇങ്ങനെ നിൽക്കില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ അതൊന്നുമില്ല, ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലൂ ഒന്നും നമുക്കത് കാണില്ല. അതാണ് ഫാബ്രിക് ഗ്ലൂ തന്നെ എടുക്കാൻ പറയുന്നത്. നമ്മൾ മറ്റുള്ള ഗ്ലൂകൾ എടുത്താൽ ചിലപ്പോൾ കളറൊക്കെ കാണിക്കും. അപ്പോൾ ഇത് ഒട്ടിക്കാൻ ഫാബ്രിക് ഗ്ലൂ തന്നെ എടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ഗ്രീൻ വരുന്ന ഭാഗം കറക്റ്റ് അതിൻ്റെ ആ ഒരു ഹോൾ വരുന്ന സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിനിയിപ്പോൾ ഐപ്പിനൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് സെൻറ്ററിലായിട്ട് വരും. അപ്പോൾ അത് ബീഡ് വെച്ചിട്ട് മറിഞ്ഞു പോയാലും കുഴപ്പമില്ല. സൈഡിലൊക്കെ വന്ന വൃത്തികേടാണല്ലോ. അപ്പോൾ അതില്ലാതിരിക്കാൻ അത് സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ പ്രസ്സാക്കി കൊടുക്കുക. അത് ലെവലാക്കിയിട്ട് തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ മടക്കൊന്നും വരാതെ അത് ലെവലാക്കി പ്രസ് ചെയ്ത് എല്ലാ സൈഡിലും പ്രസ്സാക്കി കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും ഇത് ഇന്ന് ഒട്ടിച്ചിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇവിടെയൊക്കെ മടങ്ങിയിരിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ആ ഗ്ലൂ അവിടെ വൈറ്റ് കളർ കാണുന്നുണ്ട്. പക്ഷെ അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അത് കാണില്ല. നിങ്ങൾക്ക് അതിൻ്റെ ലാസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. അപ്പോൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയണം. കാരണം ഇത് ഉള്ളിലേക്ക് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഉള്ളിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത്രയും ലെങ്ത്ത് വേണ്ട. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അടിഭാഗം കട്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ വല്ലാതെ ലെങ്ത്ത് കുറച്ച് ഈ പീസ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് ഒട്ടിക്കാനുള്ള പീസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലെങ്ത്ത് ഒന്നും കുറച്ചിട്ട് ചെയ്യേണ്ട. കുറച്ച് ലെങ്ത്തിൽ തന്നെ ഇട്ടുന്നോട്ടെ. നമുക്ക് അവസാനം നമുക്ക് ഈ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നോക്കിയിട്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉള്ളിലേക്ക് ബേസിൻ്റെ ഉള്ളിലേക്ക് ഒട്ടിക്കാനുള്ള ആ ഒരു ലെങ്ത്ത് മാത്രം അവിടെ മതി. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ഇടയിലൊക്കെ ഓരോ കട്ടിട്ട് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ തന്നെ ഒട്ടിക്കാൻ ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. മടക്ക് പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഓരോ കട്ടിട്ട് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കട്ടൊന്നും ഇടുന്നില്ല. ജസ്റ്റ് ഇത് തന്നെ ഉള്ളിലേക്ക് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ മടക്കൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ അവിടെ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ആ പീസുകളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ നല്ല മഴയാണ്, അത് കാരണം കോൾഡൊക്കെ പിടിച്ചിട്ടാണ് സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് മാറി. ഞാൻ സൗണ്ട് കൊടുക്കാൻ കുറച്ച് സമയം എടുത്തു, കാരണം മൂക്കടഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഞാൻ സൗണ്ടൊക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളിത് ക്ലോത്തുമ്മയും കുറച്ചൊന്ന് വെച്ച് കൊടുത്തുള്ളൂ. കാരണം നമ്മൾ ഒരു വട്ടം മടക്കിയിട്ട് രണ്ടാമത് അതുപോലെ അടുത്ത പീസ് മടക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ക്ലോത്തിൻ്റെ മുകളിൽ ക്ലോത്ത് വരും. അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ക്ലോത്തിൻ്റെ മുകളിലും കൂടി കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഒട്ടിച്ചിട്ട് ജസ്റ്റ് എന്തെങ്കിലും ഒരു പേനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ കൊടുക്കുമ്പോൾ നമ്മുടെ കൈയും എന്തായാലും ഗ്ലൂ ഉണ്ടാവില്ല. അപ്പോൾ അതിങ്ങനെ വിട്ടുപോരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വല്ല പെന്നൊക്കെ എടുത്തിട്ട് ആ പെന്നോണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ പ്രസ്സായിട്ടിരിക്കും ചെയ്യും. ഒരു 1-2 സെക്കൻഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് പ്രസ്സായിട്ടിരിക്കും കേട്ടോ.
അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കും. അപ്പോൾ ഇതുപോലെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ബാച്ച് ജൂലൈ 5-ന് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒരു വാട്സപ്പ് മെസ്സേജ് ഇട്ടുള്ളൂ. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ 5-ാം തീയതിയാണ്, ഇനി 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ. റെക്കോർഡഡ് ക്ലാസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഏജ് ലിമിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഏത് പ്രായക്കാർക്കും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാനാണ് പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഫ്രീ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. പ്ലേലിസ്റ്റിൽ +2 തന്നെ ജ്വല്ലറി മേക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫുൾ ഡീറ്റെയിൽ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ക്ലാസ് വേണ്ടവർക്ക് അങ്ങനെയും കയറി പഠിക്കാം കേട്ടോ. ഇനി നമ്മൾ ഐപ്പിൻ എടുത്തിട്ട് ഐപ്പിനിലേക്ക് ഒരു പേൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനി അതിൻ്റെ സെൻറ്ററിൽ ആ ഹോളിലൂടെ മുകളിലേക്ക് ഒന്ന് കോർത്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോത്ത് ആയ കാരണം നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിത് ഇതുപോലെ ഒരു ഓക്സിഡൈസ് ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നിരിക്കുന്നത്. ഫാബ്രിക്കിൽ ജ്വല്ലറിക്കൊക്കെ എപ്പോഴും കുറച്ചും കൂടി ഭംഗി ഇതുപോലെയുള്ള ഓക്സിഡൈസ്, അതുപോലെ സിൽവർ കളർ ബീഡ്സ് ഒക്കെയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ ഒരു ബീഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സിൽവർ കളർ ബീഡൊക്കെ ഇട്ട് കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി ഭംഗി. അല്ലെങ്കിൽ നമുക്കിവിടെ സിൽവർ ക്യാപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഗോൾഡ് ഭംഗിയില്ല എന്നല്ല കേട്ടോ, പക്ഷെ ആ ഒരു കമ്മലിന് ഒരു അട്രാക്ഷനും ആ ഒരു ഫാബ്രിക്കിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ എടുത്ത് കാണിക്കുന്നത് സിൽവർ ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐപ്പിൻ്റെ വളച്ച് അവിടെ ലൂപ്പാക്കി ഇനി അതിലേക്ക് നമ്മളൊരു സൈഡ് റിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റഡ് നമുക്ക് കോർത്തിടാൻ വേണ്ടിയിട്ടാണ്. ഡയറക്റ്റ് സ്റ്റഡ് നമ്മൾ ഐപ്പിനിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മുടെ കാതിൻ്റെ അവിടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും, നമ്മുടെ ജുമുക്ക ഹാങ് ചെയ്ത് കിടക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സൈഡ് റിങ് ഇട്ട് കൊടുക്കുന്നത്. സൈഡ് റിങ്ങിലേക്ക് നമ്മൾ കണക്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ഹാങ്ങിങ് ആയിട്ട് കിടക്കും കേട്ടോ. ഇനി സ്റ്റഡിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റഡിൻ്റെ ബേസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് സെൻറ്ററിൽ ഒരു ഗ്രീൻ സ്റ്റോണും സൈഡിൽ നമ്മൾ ആ സ്റ്റോൺ ചെയിൻ്റെ കട്ട് ചെയ്ത പീസുകളും ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റഡ് സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. സ്റ്റഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാർഡ്ബോർഡിൻ്റെ പീസുമൊക്കെ നമ്മുടെ ഫാബ്രിക് തന്നെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് അതും ഫാബ്രിക് തന്നെ സ്റ്റഡായിട്ടൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് സ്റ്റഡ് ഇതുപോലെ ഇയറിങ്സിൻ്റെ സ്റ്റഡ് ബേസിലേക്ക് തന്നെ സ്റ്റോണൊക്കെ ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സിമ്പിൾ ഒരു സ്റ്റഡ്. ഈ ഒരു സ്റ്റഡ് നമുക്ക് ജുമുക്കയുടെ ഒപ്പം അല്ല, വെറുതെ സ്റ്റഡായിട്ട് മാത്രമായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സ്റ്റഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് ആ ജുമുക്കേമ നമ്മൾ ഈ സ്റ്റഡിൻ്റെ സെൻറ്ററിൽ കൊടുത്ത ഗ്രീൻ സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചെടുത്താൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുമെന്ന് തോന്നിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു നമ്മൾ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ട് ആ ഗ്രീൻ സ്റ്റോണും കൂടി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് സ്റ്റോൺ ഒട്ടിച്ചിട്ടാണോ അല്ലാതെ നമ്മൾ ആ സ്റ്റോൺ ചെയിൻ മാത്രം ഒട്ടിച്ചതാണോ ഭംഗി എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, ഏതാ ഭംഗി എന്നുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം കാണിച്ച ജുമുക്കയുടെ മേക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അത് നമ്മൾ ഇയർ ഹുക്കൊന്നും ഇല്ലാതെ ജസ്റ്റ് ഐപ്പിന് മാത്രം വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട 2 ജുമുക്കയിലും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസുമായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.